ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ദീർഘതമോദന്തം. പ്രശസ്തതബോധനൻ അങ്കിരസിന്റെ പുത്രൻ ഉചിത്യനെന്നു നാമമുടയ മഹാമുനി. അവന്റെ പത്നിയല്ലോ മമത മനോഹരി. അവൻ തന്നവരജൻ ഗീഷ്പതി ദേവാചാര്യൻ. അവനും മമതയാം പൂർവജപത്നി തന്നിൽ വിവശനായാനല്ലോ മന്മഥ വികാരത്താൽ. മമതാദികൾ ദോഷമകന്ന മുനിപത്നി മമത പറഞ്ഞിതു നിർബന്ധം കണ്ട മൂലം. ദേവരാജാരവൃത്തി നരകത്തിനായുള്ളു. ദേവരാചാര്യ ഞാൻ പറയുന്നതു കേൾനീ. ദേവമായകളെല്ലാം ഓർക്കണം മനക്കാമ്പിൽ. ദേവദേവന്റെ യാജ്ഞ ലംഘിച്ചിടരുതല്ലോ. വേദവേദാംഗജ്ഞനാം പൂർവജൻ തന്റെ ബീജം മോദേന ധരിച്ചിരിക്കുന്നിതു ഞാനുമിപ്പോൾ. നിന്നുടെ ബീജമതോ നിഷ്ഫലമാകയില്ല. പിന്നെ ഞാനതും കൂടെ ധരിപ്പാനാളല്ലടോ എന്നതു കേട്ടു ബൃഹസ്പതിയും മുര ചെയ്താൻ. എന്നാലും എനിക്കൊന്നു പുണർന്നേ മതിയാവൂ. നിർമ്മലനായ മുനി മന്മഥ വിവശനായി ധർമാതിധൈര്യങ്ങളെ വെടിഞ്ഞങ്ങണഞ്ഞപ്പോൾ ഗർഭകനായിട്ടുള്ളോരർഭകൻ ഉര ചെയ്താൻ. നിർബന്ധം മതിമതി കേൾക്കണമിവയെല്ലാം മുന്നമേ. ഗർഭപാത്രം തന്നിൽ ഞാനകപ്പെട്ടാൻ. ഇന്നിതിനവകാശം പോരാ എന്നറിയണം. ഗർഭപാത്രത്തിൽ മേവും അർഭകൻ വാക്കുകേട്ടിട്ടത്ഭുതം പൂണ്ടു ഗുരു നിർഭർസിച്ചുര ചെയ്താൻ. സദ്ഭാവമിത്ര പാരമിപ്പോഴേ മുഴുത്ത നീ ഉദ്ഭവിച്ചിടുന്നാളിൽ എന്തെല്ലാം വരുമെടോ. ദീർഘവീക്ഷണം നിനക്കേറെയുണ്ടതിനാലെ ദീർഘമാം തമസ്സിനെ പ്രാപിക്കുന്നതു നേരം. ശപിച്ചു ദേവാചാര്യൻ ജനിച്ചു കുമാരനും. തപിച്ചു കണ്ണില്ലാഞ്ഞിട്ടെന്നതോ നിമിത്തമാ